സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും എവിടെയാണ് അവർ ഇടിച്ചു നിൽക്കുന്നത്, എന്താണ് അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവർ ഇത്രയും കാലം പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്ത് നിന്ന സാധനം ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ, ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഡ്രഗിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ബെനിഫിറ്റ് കട്ടായാൽ അവൻ എന്തൊക്കെ അസ്വസ്ഥത ഉണ്ടാവുമോ അതെല്ലാം. ഒരുപാട് ആൾക്കാർ, ഞാൻ 6 മാസം നമ്മൾ ലെറ്റർ സോർട്ട് ചെയ്യുമ്പോൾ കാണാം, മണി ഓർഡർ, അന്നക്കാലത്ത് മണി ഓർഡർ ഉണ്ട്, നല്ല തുക മണി ഓർഡർ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പെരിങ്ങോട്ട് മഠത്തിനും കാനാടി മഠത്തിനും ഒക്കെ. ഒരുപാട് പൈസകൾ ദിവസവും ട്രാൻസാക്ഷൻ നടക്കുന്നത്, ആൾക്കാരും പോകുന്നു. അതുപോലെ അനുകൂലമായ അനുഭവം എൻ്റെ ദൈവം തന്നു, എൻ്റെ മൂർത്തി തന്നു. എനിക്കുണ്ടായ പ്രതികൂലമായ അനുഭവത്തിന് കാരണം എന്തോ ദേവതാ കോപമാണ്, എൻ്റെ മൂർത്തിയുടെ അപ്രീതിയാണ്. അതിനകത്ത് പുറത്തുള്ള ഒരു സാധനത്തിനും അതിനകത്തൊരു റോഡുമില്ല. നിങ്ങൾക്കുണ്ടാകുന്ന സകല അനുഭവങ്ങളുടെയും അടിസ്ഥാനം നിങ്ങളുടെ പ്രാണമാണ്. പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള അത്രയും സിവിയറായിട്ടുള്ള ഇഷ്യൂ എനിക്കുണ്ടായി. സ്വാഭാവികമായിട്ടും ഞാൻ സ്വയം പരിഹരിക്കാനേ ശ്രമിക്കില്ല. എനിക്ക് എന്നിൽ വിശ്വാസമില്ല, എൻ്റെ പ്രാണശക്തി വിശ്വാസമില്ല. അത് ആ പുറത്തിരിക്കുന്ന സാധനത്തിന് മാത്രമേ അതിനെന്നെ രക്ഷിക്കാൻ പറ്റൂ. ശരിക്കും യഥാർത്ഥ ദൈവവിശ്വാസി എന്ന് പറയുന്നത് പുറത്തിരിക്കുന്ന ഒരു ദൈവത്തെ വിശ്വസിക്കുന്നതാണ്. അത് ഏത് മതത്തിൻ്റെ ദൈവമായിക്കോട്ടെ. എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്? ഇപ്പോൾ പല ഹീലിംഗ് മൊഡാലിറ്റീസ് ചെയ്യുന്നവരും പല പ്രാക്ടീസുകൾ ചെയ്യുന്നവരും സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും എവിടെയാണ് അവർ ഇടിച്ചു നിൽക്കുന്നത്, എന്താണ് അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് വളരെ നിസ്സാരമായിട്ട് ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ അതിനെ കോട്ട് ചെയ്യാം. അപ്പം റൈക്കി എന്ന് പറയുന്ന ഒരു ഹീലിംഗ് പ്രാക്ടീസ്, എനിക്ക് ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് റൈക്കി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ റൈക്കി എന്ന് പറയുമ്പോൾ അവരൊരു ഹീലിംഗ് ആണ് ചെയ്യുന്നത്. അവർ ഈ പറയുന്ന ഒരു ഉത്സവി മാസ്റ്റർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സിമ്പിൾസും മറ്റും ഉപയോഗിച്ച് അവർ എനർജിയെ യൂണിവേഴ്സിൽ നിന്നൊരു എനർജിയെ സ്വീകരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്, ആ ഹീലിംഗ് പ്രോസസ്സ് അവർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇത് ആദ്യം അവർ ചെയ്യുമ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടാവും. ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ എനർജി അവർ കണക്റ്റഡായി, ഇത് ഇവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നു. ഇത് പോകെ ഇവർക്ക് സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് പ്രപഞ്ച നിയമമാണ്. നമ്മുടെ ഉള്ളിലുള്ള പ്രാണൻ കടന്നു പോകുന്ന നാഡികൾക്കനുസരിച്ച് നമ്മുടെ അനുഭവങ്ങൾ വ്യത്യസ്തപ്പെട്ടുകൊണ്ടേയിരിക്കും, നമ്മൾ പോലും അറിയുന്നില്ല. അതാണല്ലോ ശരയോഗയുടെ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് ആദ്യം അത് കണക്റ്റഡായി, ഇയാൾക്ക് പോകെ മുന്നോട്ട് പോകുമ്പോൾ ഇത് കണക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതായത് ചില അഡ്വേഴ്സ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരിടത്ത് ഹീലിംഗ് വർക്ക് ചെയ്യാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഞാൻ ഹീൽ ചെയ്തത് കൊണ്ടാണോ എനിക്ക് പ്രയാസം ഉണ്ടായത് എന്നുള്ള ചിന്ത ഉടലെടുക്കുമ്പോൾ ചിന്ത എവിടെയാണ് ഉടലെടുക്കുന്നത്? മനസ്സിൽ. അപ്പോൾ ഹീലിംഗ് ചെയ്തതും മനസ്സുകൊണ്ടാണ്. ആ ഹീലിംഗ് ചെയ്തപ്പോൾ ഉണ്ടായ ദുരനുഭവം എന്ന് പറയുന്ന തലം ഉടലെടുക്കുന്നത് മനസ്സിലാണ്. ഡ്യുവാലിറ്റി ഹാപ്പൻസ്, ഗുഡ് ഓർ ബാഡ്, റൈറ്റ് ഓർ റോങ്. അവിടെ ഡ്യുവാലിറ്റി അറൈസ് ചെയ്ത് കഴിയുമ്പം ഇവനിൽ ആദ്യം എന്ത് കട്ടായി? എനിക്ക് നേരത്തെ കണക്റ്റഡായി നിന്ന റൈക്കി എനർജി ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ അവിശ്വാസം, അവിടെ ആ എനർജി എന്താ കണക്റ്റഡ് ആകാത്തതെന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ജനറേറ്റഡ് ആയി. അതാണ് അവനെ ആദ്യം ബ്ലോക്ക് ചെയ്യുന്ന ഒരു തലം, ഒരു എനർജി ഹീലറെ സംബന്ധിച്ചിടത്തോളം. അടുത്ത് രണ്ടാമത്തെ തലത്തിലേക്ക് ഇനി എനർജി ഹീലിംഗ് എല്ലാം വിട്, പൂജ, ഉപാസന, സാധന, സേവ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സേവ എന്ന് പറയുമ്പോഴേക്ക് ഞാൻ വളരെ രസകരമായിട്ട് പറയുകയാണ്, ഒരു കോൺട്രവേഴ്സിയാണ് ചാത്തൻ സേവ. ഈ ചാത്തൻ സേവ, അതിൻ്റെ സേവാവിധി, അതിൻ്റെ ഉപാസന മാർഗങ്ങൾ, വഴികളെല്ലാം സ്വീകരിച്ച്, ദീക്ഷയെല്ലാം സ്വീകരിച്ച് ഒരാൾ ഈ പറയുന്ന സേവയിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉപാസന പദ്ധതിയിലേക്ക് പോയി, അതിൻ്റെ മന്ത്രജപങ്ങളൊക്കെ ആരംഭിച്ചു, അതിൻ്റെ നിഷ്ഠയ്ക്കനുസരിച്ച് ജീവിതമൊക്കെ ക്രമീകരിച്ചു. പെട്ടെന്ന് അയാൾക്ക് മനസ്സിലാകും, ഈ ഒരു എനർജി ഞാനുമായിട്ട് ഇപ്പോൾ വിഷ്ണുവായി ആണെങ്കിൽ ആ എനർജിയായിട്ട് ഞാൻ കണക്റ്റഡായി, അതിൻ്റെ ബ്ലെസ്സിങ് എനിക്ക് കിട്ടി തുടങ്ങി, എനിക്കെല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ വളർച്ചയും എനിക്ക് വരുന്നു, എനിക്ക് പല കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അയാൾ പൂർണ്ണമായിട്ടും അതിൽ കണക്റ്റഡായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പൂജയിലും ജപത്തിലും ഉപാസനയിലും ഈ പറയുന്ന സേവയിൽ നിൽക്കുന്നവർക്കാണ് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് എല്ലാം കിട്ടി തുടങ്ങുന്നു. അവർ പൂർണ്ണമായും ഈ എനർജിക്ക് സറണ്ടറായി, അവർ പൂർണ്ണമായും ഈ എക്സ്റ്റേണൽ എനർജിക്ക് സറണ്ടറായി. അവർ വിശ്വസിക്കുന്നു വിഷ്ണുവായിരിക്കുന്നത് കാനാടിയിലാണ് അല്ലെങ്കിൽ മറ്റൊരിടത്താണ്. ആ എനർജിയായിട്ട് അവർ കണക്റ്റഡായിക്കൊണ്ട് ആ എനർജിയെ കൊണ്ട് അവർ കാര്യങ്ങൾ നേടി മുന്നോട്ട് പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദെയർ ഹാപ്പൻസ് ഡിസ്കണക്ഷൻ. അവർക്ക് അഡ്വേഴ്സായിട്ടുള്ള സ്വാഭാവികമായും അവർക്ക് ദുരനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ അവർ പറയും, എന്താ എനർജി കണക്റ്റഡ് ആവാത്തത്, എന്താ അവിടെ ചാത്തൻ്റെ എനർജി എന്നെ രക്ഷിക്കാത്തത്, അല്ലെങ്കിൽ എൻ്റെ ഉപാസനാമൂർത്തി എന്താ എനിക്കിപ്പോൾ കണക്റ്റഡ് അല്ല, എൻ്റെ കൂടെ ഇല്ലല്ലോ.
പ്രശ്നമാണ്. ഇവർ ഇത്രയും കാലം പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്ത് നിന്ന സാധനം ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ, ഡ്രഗ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഡ്രഗിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ബെനിഫിറ്റ് കട്ടായാൽ അവൻ എന്തൊക്കെ അസ്വസ്ഥത ഉണ്ടാവുമോ അതെല്ലാം അവനും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആ എനർജി കട്ടാവുമ്പം ഒന്നുകിൽ അവന് മതിഭ്രമം ഉണ്ടാവും, അതാണല്ലോ ഡ്രഗ്സിൽ സംഭവിക്കുന്നത്. അവൻ ഡിപ്രഷനിലേക്ക് പോവാം, അവൻ സൂയിസൈഡ് ചെയ്യാം, അവൻ മൊത്തത്തിൽ ഡൗൺ ആവും. അല്ലെങ്കിൽ അവൻ ഇനി മറ്റൊരു എക്സ്റ്റേണൽ എനർജിയെ പിടിക്കാൻ ശ്രമിക്കും. ചാത്തൻ സ്വാമി കട്ടായെങ്കിൽ ഇനി വാരാഹി ഉപാസനയോടെ. ഈ പറഞ്ഞ ചാത്തൻ സേവയും വരാഹ ഉപാസനയൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ പോലെ പറക്കിയെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? സാർ ഈ പറയുന്നത് മാനസിക തലത്തിലാണ്, അവന് കിട്ടിയ റിസൾട്ടും മാനസിക തലത്തിലാണ്. ആ നിഷ്ഠയിലേക്ക്, ആ ജപത്തിലേക്ക് പോയപ്പോൾ അവൻ്റെ മൈൻഡാണ് ട്യൂണായത്. അവന്റെ മൈൻഡ് ട്യൂണായി. മനസ്സിലായി സാർ, മൈൻഡ് ട്യൂണായി. പക്ഷേ ഒരു ഫിസിക്കൽ ആയിട്ട് ഉള്ള ഒരു കാര്യത്തിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു തിങ് ഒന്നെടുത്ത് മാറ്റണം എന്ന് വിചാരിച്ചോ, അത്തരം കാര്യത്തിൽ ഫിസിക്കലായ കാര്യത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് പേര് ചാത്തൻ സേവയിലൊക്കെ ആകർഷകമായിട്ട്, ഞാൻ ഇരിങ്ങാലക്കുട വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ RMS ആദ്യം ഫസ്റ്റ് പോസ്റ്റിംഗ് ഇരിങ്ങാലക്കുട ആയിരുന്നു. അപ്പോൾ അവിടെ കല്ലിറ്റങ്കരയാണ് എൻ്റെ ഓഫീസ്, എൻ്റെ RMS ഓഫീസ്. ഈ പെരിങ്ങോട്ടുകര മഠമൊക്കെ അവിടെ നിന്ന് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ പൊതുവെ ഇത്തരം ആൾക്കാരുടെ ഒരു കേന്ദ്രമാണ്, ചാത്തൻ്റെ ഒക്കെ പ്രദേശമാണ്. അപ്പോൾ ശരിക്കും ഒരുപാട് ആൾക്കാർ, ഞാൻ RMS നമ്മൾ ലെറ്റർ സോർട്ട് ചെയ്യുമ്പോൾ കാണാം, മണി ഓർഡർ, അന്നക്കാലത്ത് മണി ഓർഡർ ഉണ്ട്, നല്ല തുക മണി ഓർഡർ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പെരിങ്ങോട്ട് മഠത്തിനും കാനാടി മഠത്തിനും ഒക്കെ. ഒരുപാട് പൈസകൾ ദിവസവും ട്രാൻസാക്ഷൻ നടക്കുന്നത്, ആൾക്കാരും പോകുന്നു അതുപോലെ. അപ്പോൾ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടാതെ ആൾക്കാർ ഇതിലേക്ക് പോകത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഫിസിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ ചാത്തൻ സേവ അല്ലെങ്കിൽ ഈ വരാഹ ഉപദേശം കൊണ്ട് സാധിക്കുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? സാറേ, നമ്മുടെ ജീവിതത്തിൽ മെറ്റീരിയലിസ്റ്റിക് സക്സസ് സംഭവിക്കുന്നത് ഈ പറയുന്ന ശരയോഗ വിധി പ്രകാരം അവനവൻ്റെ പ്രാണന്റെ സഞ്ചാരഗതിയാണ് അതിനെ സ്വാധീനിക്കുന്നത്. ഈ പ്രാണന്റെ സഞ്ചാരഗതി ശരയോഗ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഈ ഒരു വ്യക്തിയിൽ പ്രാണൻ അനുകൂലമായ ഘടകത്തിൽ നിന്ന് അനുകൂലമായ അനുഭവങ്ങളുണ്ടാവും. അവൻ ആഗ്രഹിക്കുന്ന ഭൗതികത അവന് വർക്കാവും. ഇനി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രാണൻ പ്രതികൂലമായ ചാലകങ്ങളിലൂടെയാണ് അതിൻ്റെ ചാനലൈസിങ് സംഭവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അവന് പ്രതികൂല അവസ്ഥയെ നേരിടേണ്ടി വരും. ഈ ഒരു പ്രത്യേക പ്രാക്ടീസിലേക്ക്, ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ സേവാ ഉപാസന പദ്ധതികളിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് അനുകൂലമായ തലങ്ങളുണ്ടാകുമ്പം അവൻ വിശ്വസിക്കുന്നു ആ മൂർത്തിയാണ് എനിക്കത് തരുന്നത്. അവന് പ്രതികൂലമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ മൂർത്തി അത് തന്നു എന്നോ, ആ മൂർത്തി ഇപ്പോൾ എന്നിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയെന്നോ, ആ മൂർത്തിക്കൊരു അപ്രീതി സംഭവിച്ചെന്നോ അവൻ ചിന്തിക്കും. അപ്പോഴവന് ഇവൻ്റെ ഈ പറയുന്ന റിസൾട്ട്, പോസിറ്റീവ് റിസൾട്ടിനെയും നെഗറ്റീവ് റിസൾട്ടിനെയും രണ്ടും അവൻ മൂർത്തിയിലാണ് കണക്ട് ചെയ്യുന്നത്. അത് ഡ്യുവാലിറ്റിയാണ്. അത് അവൻ്റെ മനസ്സിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. നേരത്തെ റൈക്കിയുടെ കാര്യമാണ്, അവൻ്റെ തോന്നലാണ്. എനിക്ക് അനുകൂലമായ അനുഭവം എൻ്റെ ദൈവം തന്നു, എൻ്റെ മൂർത്തി തന്നു. എനിക്കുണ്ടായ പ്രതികൂലമായ അനുഭവത്തിന് കാരണം എന്തോ ദേവതാ കോപമാണ്, എൻ്റെ മൂർത്തിയുടെ അപ്രീതിയാണ്. അപ്പോൾ ഇനി ഇതിനെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് കറക്ഷൻ അവൻ അറിയില്ല. അവൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇന്നർ സെൽഫിൽ നിന്ന് അവനതിനെ കറക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. സോ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും അവൻ പുറത്ത് അടുത്ത മാർഗം തേടും. ആ അടുത്ത മാർഗം അവനെ വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. ഈ മാനസിക തലത്തിൽ നിന്ന് ഒരിക്കലും അവന് പുറത്തു കിടക്കാൻ പറ്റില്ല. ഈ എനർജി റിലേറ്റഡ് പ്രാക്ടീസിൽ നിൽക്കുന്നവരുടെ പ്രശ്നം ഇതാണ്. മറിച്ച് ശരയോഗ എന്ന് പറയുന്നത്, ഈ പറയുന്ന സറണ്ടറിങ് എന്ന് പറയുന്നത് പ്രാണനോട് മാത്രമാണ്, കണക്റ്റഡായി നിൽക്കുന്ന പ്രാണനോട് മാത്രമാണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സാധനത്തിലും നമ്മൾ സറണ്ടേർഡും അല്ല, നമ്മൾ ഒന്നിനും ഡിപ്പെൻഡഡും അല്ല, നമ്മൾ ഒന്നിനെ ആശ്രയിക്കുന്നില്ല. പ്രാണനെ മാത്രം ആശ്രയിച്ച് ഏറ്റവും വലിയ കമ്പാനിയൻ ആരെന്ന് ചോദിച്ചാൽ പ്രാണശക്തിയാണ്. ആ പ്രാണശക്തിയിൽ, മനസ്സിലല്ല, എൻ്റെ മനസ്സിൻ്റെ ചിന്തകളിലല്ല, എൻ്റെ പ്രാണബോധത്തിൽ, എൻ്റെ പ്രാണശക്തിയിലാണ് ഈ പറയുന്ന എല്ലാ എനർജീസിനേക്കാളും അൾട്ടിമേറ്റ് എനർജി എന്ന് പറയുന്നത് പ്രാണശക്തിയാണ്. എൻ്റെ പ്രാണശക്തിയിൽ ഇതിൻ്റെ എല്ലാ അംശങ്ങളുണ്ടെന്നുള്ള ബോധത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അവൻ ആ മാനസിക തലത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അവിടെ ക്ലാരിറ്റി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ സാധാരണക്കാരായ ആൾക്കാരല്ലാവേ ഒരു മിറാക്കിൾ അല്ലെങ്കിൽ ഒരു റെമഡി, പെട്ടെന്ന് കിട്ടുന്ന ഒരു പരിഹാരത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ്. അപ്പം ഇപ്പോൾ ഈ ചാത്തൻ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന ആൾക്കാർ പെട്ടെന്ന് എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു മീൻസ്, ഇപ്പോൾ ഈ ചുറ്റുമുള്ള തട്ടിപ്പുകളായാലും പാതിവില തട്ടിപ്പ് എല്ലാം പെട്ടെന്ന്, ലിസ്, പിയർലെസ്, സ്വർണ്ണച്ചേന, ഇതെല്ലാം എല്ലാം എന്തും പെട്ടെന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആൾക്കാരിൽ വളർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ ചാത്തൻ അതുപോലുള്ള ഇതിലേക്ക്. ഈ ശരയോഗ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്വിക്ക് റിസൾട്ട് അല്ലെന്നാണ് ഞാൻ സാറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയത്. നമുക്ക് ഗ്രാജുവൽ ആൻഡ് പ്രോഗ്രസീവ് ഗ്രോത്ത് ആണ് ശരയോഗ കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരയോഗയിൽ എന്ത് റിസൾട്ട് കിട്ടിയാലും യു വിൽ ബി റെസ്പോൺസിബിൾ. അതിനകത്ത് രാഹുലിന് ഒരു റോളും ഇല്ല, പുറത്തിരിക്കുന്ന ഒരു ദൈവത്തിനും അതിനകത്ത് റോളില്ല, പുറത്ത് അങ്ങനെ ഒരു ദൈവം ഇല്ല. കറക്റ്റ്.
അതിനകത്ത് പുറത്തുള്ള ഒരു സാധനത്തിനും അതിനകത്തൊരു റോഡുമില്ല. നിങ്ങൾക്കുണ്ടാകുന്ന സകല അനുഭവങ്ങളുടെയും അടിസ്ഥാനം നിങ്ങളുടെ പ്രാണബോധമാണ്. ആ പ്രാണബോധത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചാൽ, ഇന്നർ സെൽഫുമായിട്ട് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന എല്ലാ തലങ്ങളും നിങ്ങൾക്ക് ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി, പവർ നിങ്ങളുടെ പ്രാണനുണ്ട്. ആ പ്രാണബോധത്തിൽ നിൽക്കുക. മാനസിക തലത്തിൽ മനുഷ്യൻ നിന്നാൽ മാത്രമേ ചൂഷണങ്ങൾക്ക് വിധേയപ്പെടത്തുള്ളൂ. ആ മാനസിക തലത്തിൽ മനുഷ്യനെ നിർത്തുക എന്നുള്ളതാണ് ചൂഷകരുടെയും ഉദ്ദേശം. അതുതന്നെയാണ് ഞാൻ വീണ്ടും ആരുടെയും പേരെടുത്ത് പറഞ്ഞ് ആരെയും വേദനിപ്പിക്കുന്നില്ല. പക്ഷേ ഈ ചൂഷകരുടെ ഉദ്ദേശം ഈ പറയുന്ന കൺഫ്യൂസ്ഡ് മാനസിക തലത്തിൽ ശരിയോ തെറ്റോ, പുണ്യമോ പാപമോ, കർമ്മമോ കർമ്മദോഷമോ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, അപ്പോൾ നല്ല അനുഭവങ്ങൾ നിൽക്കുന്ന ഒരാൾ ഇതിനെയൊന്നും അന്വേഷിച്ച് പോകത്തില്ല. എനിക്കിപ്പോൾ എല്ലാം നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരിക്കലും ഈ പറഞ്ഞ ഒരിടത്തും പോയി പിന്നെ അങ്ങനെ എനിക്കെല്ലാം പോസിറ്റീവായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ പോയി മന്ത്രവാദം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പോയിട്ട് വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി കാശ് കൊടുക്കേണ്ട കാര്യമില്ല. പ്രശ്നങ്ങളുള്ളവർ മാത്രമേ പ്രശ്നങ്ങളുള്ളപ്പം പോവുകയും ആ പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ ആ ചെയ്ത പരിഹാരം കൊണ്ടാണ് എൻ്റെ പ്രശ്നം മാറിയത്, എൻ്റെ പ്രശ്നം പരിഹരിച്ചത് ഔട്ട്സൈഡ് ആയിട്ടുള്ളൊരു സാധനമാണെന്നുള്ളൊരു ബോധത്തിലുമാണ് എന്ത് ചെയ്യുന്നത്, അങ്ങ് പറഞ്ഞതുപോലെ മണി ഓർഡർ അയച്ചു കൊടുക്കുന്നതും എല്ലാം. ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട്. ഈ മണി ഓർഡർ അന്ന് ഒരുപാട് വരുന്ന സമയമാണ്. എന്ന് 2003 കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ അടുക്കി ഇത്ര ഒരു കെട്ട് മണി ഓർഡർ എവിടെ മഠത്തിൽ ചെറിയ തുകയാണ്. 25 രൂപ മുതൽ, അന്ന് 25 രൂപയ്ക്ക് വലിയ വാല്യൂ ഉണ്ട്. അന്ന് 7 രൂപ 6 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന സ്ഥലത്ത് 25 രൂപ വന്നാലും ബൾക്കായിട്ട് വരെയാണ് ഡെയിലി. അത് കൃത്യമായിട്ട് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോൾ അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ പ്രശ്നങ്ങളെല്ലാം പുറത്തിരിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന ഒരു ശക്തി ആണ് എല്ലാം അതിനെ നിർണ്ണയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ടായി. എൻ്റെ പ്രശ്നത്തിൻ്റെ ഒരു സിവിയറിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്കെയിലിൽ അളന്നു കഴിഞ്ഞാൽ 5 സ്കെയിലാണ്. 5 സ്കെയിൽ സിവിയർ ആയിട്ടുള്ള പ്രശ്നം എനിക്കുണ്ടായി. അതിൻ്റെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 5ആണ്. അപ്പോൾ ഞാൻ പുറത്തൊരു അങ്ങ് പറയുന്നത് പോലെ ഒരു മഠവുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു പ്രത്യേക മൂർത്തിയുമായിട്ട് ബന്ധപ്പെട്ടോ അതിൻ്റെ പരിഹാര പൂജ അവിടെ ചെയ്തു. അവിടെ ചെയ്ത സമയത്ത് എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ എന്ത് ചിന്തിച്ചു, എൻ്റെ മനസ്സെന്ത് ചിന്തിച്ചു, എനിക്ക് പ്രശ്നമുണ്ടായി, ഞാൻ അതിനെ അഭയം പ്രാപിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രശ്നം സോൾവായി. സോ ഞാൻ എന്ത് ചെയ്തു, അങ്ങ് പറഞ്ഞതുപോലെ 10,000 രൂപ ഞാൻ അവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത എൻ്റെ സ്കെയിൽ, എൻ്റെ പ്രോബ്ലം സ്കെയിലിൽ 10 രേഖപ്പെടുത്തിയൊരു പ്രശ്നമുണ്ടായി. പരിഹരിക്കാൻ ബുദ്ധിമുട്ടുള്ള അത്രയും സിവിയർ ആയിട്ടുള്ള ഇഷ്യൂ എനിക്കുണ്ടായി. സ്വാഭാവികമായിട്ടും ഞാൻ എന്ത് ചെയ്യും, ഞാൻ സ്വയം പരിഹരിക്കാനേ ശ്രമിക്കില്ല. എനിക്ക് എന്നിൽ വിശ്വാസമില്ല, എൻ്റെ പ്രാണശക്തി വിശ്വാസമില്ല. അത് ആ പുറത്തിരിക്കുന്ന സാധനത്തിന് മാത്രമേ അതിനെന്നെ രക്ഷിക്കാൻ പറ്റൂ. ഞാൻ 10,000-ൻ്റെ സ്ഥാനത്ത് 1,00,000 അയച്ചു കൊടുക്കും. 1,00,000-ൻ്റെ പൂജ ചെയ്യും. 1,00,000-ൻ്റെ പൂജ ചെയ്യുമ്പം പ്രശ്നം 10 സ്കെയിൽ 10 കിടക്കുന്നതാണ്, പരിഹാരമുള്ളതല്ല. അപ്പോൾ അവിടെ പരിഹാരമില്ല. അപ്പോൾ ആ മൂർത്തി എന്നെ കൈവിട്ടു, ഇനി ആരെന്നെ രക്ഷിക്കാം, അവിടെ ഫിനിഷായി. ഇതാണ് മാനസിക തലത്തിലുള്ള പ്രാക്ടീസുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഇത് തന്നെയാണ് മാനസിക തലത്തിലുള്ള പ്രാക്ടീസുകളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇടിച്ചു നിൽക്കുന്നത് ഇവിടെയാണ്. ശരയോഗം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാരിയറിനെ, ഈ ഒരു മതിലിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രാണബോധത്തിൽ നിന്നുകൊണ്ട് ഒരു നവജാത ശിശു എങ്ങനെയാണോ പ്രസന്റിൽ, എങ്ങനെയാണോ സന്തോഷമായിട്ടിരിക്കുന്നത് ആ അവസ്ഥയിൽ ലിവിങ് ഇൻ ദി പ്രസന്റ്, ഈ നിമിഷത്തിൽ ജീവിക്കാനുള്ള ആ ഒരു ബോധത്തിലേക്ക് നിങ്ങൾ വളരെ. ഓഷോയും അത് തന്നെയാണ് പറഞ്ഞത്. ലൈഫ് സ്റ്റാർട്ട്സ് വെയർ ഫിയർ എൻഡ്സ്. ഭയം അവസാനിക്കുന്ന ജീവിതം ആരംഭിക്കുന്നു. ഈ ഇന്നത്തെ ലോകത്ത് ചുറ്റും നോക്കുമ്പോഴേ ആത്മീയതയുടെ പേരിൽ ഒരുപാട് പേര്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി അല്ല പറയുന്നത്, സാധാരണ ജനങ്ങൾ ഭയങ്കരമായിട്ടൊരു ഈ ഈയമ്പാറ്റകൾ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോലെ ഭയങ്കരമായിട്ട് ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിനെ ഇവർ വിളിക്കുന്നത് സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ഒരു പീരീഡ് എന്നുള്ള രീതിയിലാണ് ഈ സ്പിരിച്വലിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് പരിഹാരം അവിടെയില്ല, അലഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെന്നുള്ള ആണ് എൻ്റെ ചിന്ത. കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത്, സാർ പറഞ്ഞ പോലെ, നമ്മൾ ഈ പ്രാണനിൽ ഈ നിമിഷത്തിൽ നമ്മുടെ പ്രയത്നത്തിൽ വിശ്വസിച്ച്, നമ്മുടെ കഴിവിൽ വിശ്വസിച്ച് അതിന് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. അത് ശരയോഗ പറഞ്ഞത് ഞാൻ ശരിവയ്ക്കുന്നു. പക്ഷേ ഈ സോക്കാൾഡ് സ്പിരിച്വൽ അന്വേഷികളുണ്ടല്ലോ, ആത്മാന്വേഷികൾ, അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നത്തെ ഈ സമൂഹത്തിൽ? പെട്ടെന്ന് നമുക്ക് ഇത്തരം ആൾക്കാരിലേക്ക് ശരയോഗയുടെ മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ശരിക്കും ഒരുപാട് പണം ദുർവ്യയം ചെയ്യുന്നുണ്ട് അവർ. ആശ്രമങ്ങളിൽ, ആൾദൈവങ്ങളുടെ മുന്നിൽ, ക്ഷേത്രങ്ങളിൽ പോലും ആവശ്യമില്ലാത്ത ഒരുപാട് പൂജയുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് അഘോര പൂജ, ആ പൂജ, ഈ പൂജ, സർവ്വമംഗല പൂജ, അങ്ങനെ ഒരു വലിയ ലിസ്റ്റും വലിയൊരു തുകയും വേണം. അപ്പോൾ ഇവർ വലിയ തുക കൊടുത്ത് ഈ പൂജകൾ ചെയ്യുന്നു. ഞാൻ വിശ്വാസിയാണ്, ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, ഞാൻ ആവശ്യത്തിന് മാത്രം എൻ്റെ പക്ക പിറന്നാളിനൊക്കെ പോകുമ്പോൾ ഞാനൊരു ഭാഗ്യസൂക്തം ചെയ്യും. അതാണ് നമ്മുടെ മാക്സിമം ചെയ്യുന്നൊരു പൂജ. അപ്പോൾ ഇത്
അത്ര കാര്യങ്ങളിൽ മുട്ടറക്കൽ അങ്ങനെ പല പല ഐറ്റം പൂജകൾ, ഈ വഴിപാടുകൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്ന ആൾക്കാർ ലക്ഷ്യമില്ലാതാണ് പോകുന്നത്. അവരവിടെ പോയി ഫലം കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, പിന്നെ അടുത്തടുത്ത് പോകുന്നു. അങ്ങനെ സാറ് പറഞ്ഞ ഒരു സിനാരിയോ ആണ്. അപ്പം നമുക്ക് ശരയോഗയുടെ ഈ സന്ദേശം ഇത്തരം ആൾക്കാരിലേക്ക് എങ്ങനെ കൂടുതൽ എത്തിക്കുന്നതിനെ പറ്റി, മീൻസ് ഇത് എത്തിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ആശ്വാസമായിരിക്കും അവർക്ക്. ഒരുപാട് പൈസ സേവ് ചെയ്യാൻ പറ്റും. ഈ ക്ഷേത്രങ്ങളിലേക്കും മറ്റു ആൾദൈവങ്ങൾക്കും കൊടുക്കുന്ന പൈസകൾ, നേർച്ച പൈസകൾ അവർക്ക് സേവ് ചെയ്ത് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇതിലേക്ക് എത്തും. അതിനെപ്പറ്റി ഒന്ന് പറയാമോ സാർ? തീർച്ചയായിട്ടും ഇതിൻ്റെ മറുപടി പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട 2 വാക്കുകളുണ്ട്. ഒന്ന് ദൈവവിശ്വാസവും, 2 നിരീശ്വരവാദവും. ഈ ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുകയും, നിരീശ്വരവാദം എന്ന് പറയുമ്പോഴത്തേക്കും ദൈവത്തെ നിരാകരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണ്. ഇത് രണ്ടുമാണ് ഉള്ളതെന്നാണ് നമ്മുടെ ഒരു പൊതുവിലുള്ള ധാരണ. ഈ 2 കാറ്റഗറിയാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ദൈവവിശ്വാസിയാണ്. ഞാൻ ഒരു പരിപൂർണ്ണ ദൈവവിശ്വാസിയാണ്. സാർ, ഇപ്പോൾ കണ്ടുവരുന്നൊരു സിനാരിയോ ആണ്, ആത്മീയതയുടെ പേരിൽ ഒരുപാട് ആൾക്കാർ ആൾദൈവങ്ങളിലേക്കും അതുപോലെ ക്ഷേത്രങ്ങളിലേക്കും ഒക്കെ വൻതോതിൽ പൈസ ഒഴുക്കുന്ന സിറ്റുവേഷൻ. ക്ഷേത്രങ്ങളായാൽ തന്നെ ഒരുപാട് പൂജാവിധികൾ, അഘോര പൂജ, സർവമംഗല പൂജ, അങ്ങനെ കുറേ വിധികൾ. പിന്നെ എല്ലാ രീതിയിലും ആത്മീയതയുടെ പേരിൽ വലിയൊരു പണപ്പിരിവ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ആൾക്കാർ ഇതിലേക്ക് എത്തിപ്പെടുന്ന ആൾക്കാർക്ക് ശരിയായ രീതിയിലൊരു ആശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഇത്രയും സംസാരിച്ച അറിവിൽ നിന്ന് ശരയോഗ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. കാര്യം പ്രാണനിൽ സ്വന്തം ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് അതിനെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ശരിക്കും അതല്ലേ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയുമ്പോൾ നമ്മൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ 2 വാക്കുകളെ കുറിച്ച് പറയണം. ഒന്ന് ദൈവവിശ്വാസവും, 2 നിരീശ്വരവാദവും. നമ്മൾ പൊതുവിൽ ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ ആരാ ദൈവവിശ്വാസി? അമ്പലത്തിൽ പോകുന്നയാൾ, അല്ലെങ്കിൽ അയാളുടെ മതത്തിലെ ദൈവത്തിനെ വിശ്വസിക്കുന്നയാൾ, വിളക്ക് കത്തിച്ച് ജപിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ, പൂജ, ഹോമം, മറ്റ് മതപരമായ റിച്വൽസ് ഇതിൽ പങ്കെടുക്കുന്ന ആൾ, അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് പോകുന്നയാൾ ദൈവവിശ്വാസിയും, ഈ ദൈവം ഇല്ല എന്ന് വാദിക്കുന്ന ഇപ്പോൾ രവിചന്ദ്രൻ സാറിനെ പോലുള്ള ആൾക്കാർ നിരീശ്വരവാദി. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ള 2 ഡയമെൻഷൻ. പക്ഷേ ഞാൻ പറയുന്നു, ശരിക്കും യഥാർത്ഥ ദൈവവിശ്വാസി എന്ന് പറയുന്നത് പുറത്തിരിക്കുന്ന ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവനല്ല. അത് ഏത് മതത്തിൻ്റെ ദൈവമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ, ഏതെങ്കിലും ഒരു ആത്മീയ ഗുരുവിൻ്റെ അടുക്കൽ, ഏതെങ്കിലും ഒരു ആത്മീയ ആശ്രമത്തിൽ എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, എനിക്ക് എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ കഴിവുള്ള ഒരു ദൈവം, അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവം, ഞാൻ ജപിച്ചാൽ, ഞാൻ മന്ത്രം ചൊല്ലിയാൽ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ നിരീശ്വരവാദി. അവൻ ദൈവവിശ്വാസിയല്ല. കാരണം അവൻ എന്തിനാ നിരാകരിക്കുന്നത്? അവൻ നിരാകരിക്കുന്നത് ഉള്ളിലെ പ്രാണനെ, ഉള്ളിലെ ഈശ്വരനെ, ഉള്ളിലെ ദൈവത്തെ നിരാകരിച്ചുകൊണ്ടാണ് അവൻ പുറത്തിരിക്കുന്ന ഒരു ദൈവത്തെ എവിടെയോ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. കസ്തൂരി അന്വേഷിച്ചു പോകുന്ന പോലെ. ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന് പുറത്തിരിക്കുന്ന ഈ ആരാധനാലയങ്ങളെന്ന് പറയുന്നത് ഊർജത്തെ, അവൻ്റെ ഉള്ളിലെ ഊർജത്തെ കണക്ട് ചെയ്യാനുള്ളൊരു മാധ്യമം മാത്രമാണെന്നും, ആത്യന്തികമായി ആ ഊർജം പ്രവർത്തിക്കുന്നത് അവൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ ദൈവം എന്ന് പറയുന്ന ശക്തി, ആ അമാനുഷികമായ എന്ന് ഈ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ആ ഒരു ഊർജം, അത് പ്രവർത്തിക്കുന്നത് അവൻ്റെ പ്രാണനിലാണെന്നും, ആ പ്രാണനാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശക്തി, ഏറ്റവും ഉയർന്ന ശക്തിയെന്നും ഉള്ള ബോധത്തിൽ വരുന്നവൻ യഥാർത്ഥ ദൈവവിശ്വാസിയാണ്. ഇതുതന്നെയാണ് ചാർവാക മതം പറഞ്ഞത്. ചാർവാകം ഈ ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അറിവാണ്. പക്ഷേ അവിടെയും അതിനെ നിരീശ്വരവാദമെന്ന് വിളിക്കാനാണ് പലർക്കും താല്പര്യം. ഇന്ത്യൻ എത്തിസം എന്നാണ് വിളിക്കുന്നത്. അതാണ് ശരിയായ ബോധത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. ആ ബോധം എന്ന് പറയുന്നത്, ആ ദൈവത്തെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇന്നർ സെൽഫിൽ നിന്ന്, തത്വമസി, നീ എന്തിനെ തേടിയോ അത് നീ തന്നെയാകുന്നത്. നിൻ്റെ ഉള്ളിലേക്ക് നിനക്ക് കാണാൻ കഴിയാതെ, നിൻ്റെ ഉള്ളിലെ പ്രകാശത്തെ നിനക്ക് കാണാൻ കഴിയാതെ ഈ ചുറ്റുമുള്ള പ്രകാശത്തെ നീ തിരഞ്ഞിട്ട് കാര്യമുണ്ടോ? ചുറ്റിനും അങ്ങനെ ഒരു പ്രകാശം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന തലത്തിൽ പ്രാണബോധത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ശരയോഗയുടെ ഒരു തത്വം എന്ന് പറയുന്നത്. ആ ശരയോഗയുടെ തത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക യഥാർത്ഥ ദൈവം എന്തെന്നുള്ള വ്യക്തതയാണ്.